ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ സൈക്കോളജി തലത്തിലുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കപ്പിൾസിൻ്റെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി, എങ്ങനെയാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിൽ അതിനെ സിംബോളിക്കായിട്ട് കാണിക്കാം എന്നുള്ളതിനെ കപ്പിൾ ഡാൻസ് എന്ന് പറയുന്നൊരു തലം, പ്രത്യേകിച്ച് ആങ്കർ, അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ കോൺസെപ്റ്റിനെ രണ്ട് ബുക്കുകളുടെ മാതൃകയിൽ സൈക്കോളജി ഓഫ് കപ്പിൾ ഡാൻസ് എന്ന വിഷയവുമായിട്ട് ആദ്യത്തെ ഭാഗം നമ്മളെടുത്തു. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം വിജയരാമൻ സാറ് ഫാമിലി തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ വളരെയധികം റിസർച്ചുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സാറിനെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ ഇതൊരു നേരത്തെ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് തന്നെ എന്റെ സ്ലൈഡിലേക്ക് കടന്നാലൊന്ന് ആലോചിക്കണം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ സ്ലൈഡിലേക്ക് കടക്കാം. എന്നെ കാണുന്നുണ്ടോ? കാണാം. കാണാം അല്ലേ? കാണാം. അപ്പോ ഇതാണ് ഞാൻ എടുക്കുന്ന വിഷയം, കപ്പിൾ ഡാൻസ്, ദമ്പതികൾ തമ്മിലുള്ള നൃത്തം. ഇതൊരു സൈക്കോ തെറാപ്പറ്റിക് കൺസെപ്റ്റാണ്. സൈക്കോ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ വളരെ രസകരമാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ചെറിയ റെഫറൻസ് ഉണ്ടായിരുന്നു, ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ അതിന്റെ റെഫറൻസ് ബുക്ക് കൂടി വായിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഉള്ള ഒരു ടോപ്പിക്കാണിത്. എനിക്ക് രസകരമായി തോന്നിയതുപോലെ എൻ്റെ കേൾവിക്കാർക്കും അത് രസകരമായി തോന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പൊ ഇതാണ് അക്കാര്യം. ഈ രണ്ട് ബുക്കുകളാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്. ഹാരിയറ്റ് ലേണർ എന്നുള്ള വ്യക്തിയുടെ PhD ഡോക്ടറാണ് അവര്. രണ്ട് ബുക്ക്, ബെസ്റ്റ് സെല്ലർ ബുക്കാണ് ഡാൻസ് ഓഫ് ആങ്കർ, അതുപോലെ തന്നെ ഡാൻസ് ഓഫ് ഇൻറ്റിമസി. ഈ കാര്യമാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്. ഇവരൊരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, വളരെയധികം ഫേമസ് ആണ്. ഒരു ഫാമിലി തെറാപ്പിസ്റ്റുമാണ് അവര്. വളരെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ ഈ പഠിക്കുന്ന ആൾക്കാർക്ക്, അതുപോലത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ഫാമിലി തെറാപ്പിസ്റ്റുകൾക്കും സൈക്കോ തെറാപ്പിസ്റ്റുകൾക്കും ഒക്കെ റെഫറൻസ് ആയിട്ട് ഈ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോ ദാമ്പത്യ ബന്ധത്തില് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് ആ ബന്ധം. അത് നമ്മളിപ്പോ പൊതുവെ ചോദിക്കാൻ, നിങ്ങളെ ദാമ്പത്യ ബന്ധം എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി എങ്ങനെയാണ്, ഇതൊക്കെ ചോദിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഉത്തരം പറയാൻ പഠിക്കാറുള്ളൂ. എങ്കിൽ കൂടിയിട്ട് അതൊരു വളരെ വലിയ യാഥാർത്ഥ്യം കൂടിയാണ് നമ്മൾ. അപ്പോ ദമ്പതി നൃത്തം വെക്കുക എന്ന കൺസെപ്റ്റില് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതില് നമുക്ക് നോൺ വെർബൽ ആയിട്ടുള്ള ആശയവിനിമയം നടക്കാനുണ്ട്. സംസാരിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് ആശയവിനിമയം നടക്കുന്ന രീതിയിൽ ഒരു അടുപ്പം വർദ്ധിക്കുക. വല്ലപ്പോഴൊക്കെ നമ്മളൊരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാക്കുന്ന ദമ്പതികളോട് ഡാൻസ് ചെയ്യാൻ പറയാറുണ്ട്. ഇപ്പൊ ഡാൻസ് ചെയ്യാൻ നമുക്ക് കഴിയാറില്ല പല ദമ്പതിമാർക്കും. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ എന്തൊക്കെയോ ചലനങ്ങൾ അല്ലെ നടത്തി. എന്താണ് അവിടെ നമ്മളെ തടസ്സം വെക്കുന്ന കാര്യം? നമ്മുടെ ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം
അതുപോലെ അതിന്റെ അകലവും, ഇത് രണ്ടും പ്രശ്നമാണ്. അപ്പോ അവര് തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്, അതിലൊരു പൂർത്തീകരണമുണ്ട്. അത് അങ്ങനെയാണ് ആ ബന്ധം നീങ്ങുന്നത്. ഏറ്റവും അധികം അടുപ്പമുള്ള ബന്ധം ദാമ്പത്യ ബന്ധമാണല്ലോ അല്ലെ. ഞാനീ പറയുന്ന കാര്യം എല്ലാ ബന്ധങ്ങൾക്കും ബാധകമാണ്, പക്ഷെ ദാമ്പത്യ ബന്ധത്തെ കേന്ദ്രീകരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അടുപ്പവും അകലവും തമ്മിലുള്ള ഒരു നൃത്തമാണ് ദാമ്പത്യ ബന്ധം എന്ന് അവർ പറയും. ഓക്കെ, ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ എങ്ങനെ വേണം? എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന പരസ്പരം പെരുമാറ്റത്തിൽ മാറ്റം ഉള്ള വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധം സാധ്യമല്ല എന്നല്ലേ ശരി? അതായത് ഒരു മുൻകൂട്ടി കാണാവുന്ന ഒരു പെരുമാറ്റത്തിന് നമുക്ക് കിട്ടണം, അതേ രീതിയിൽ തന്നെ പോവുകയും വേണം. അപ്പോഴാണ് പ്രധാന ബന്ധങ്ങളെല്ലാം നിലനിൽക്കുള്ളൂ. പക്ഷേ ലോകത്ത് പല മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾ നമുക്ക് തടയാനാവില്ല. ആ അവസ്ഥയിലും നമുക്ക് ഒരു ബന്ധം നിലനിർത്തും വേണം, എല്ലാ ബന്ധങ്ങളും നിലനിർത്തുകയാണ്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ഒരു ലഘു നൃത്തത്തിന്റെ പാത സ്വീകരിക്കണം. മാറാൻ നമ്മൾ തയ്യാറല്ല, കാരണം ബന്ധം നമുക്ക് നിലനിർത്തണം. പക്ഷെ മാറാതിരിക്കാനും ആവില്ല. അപ്പൊ മുന്നോട്ട് ചലിച്ച്, അതായത് അടുപ്പത്തിൽ നിന്നും അകലത്തിൽ നിന്നും ഒരു വ്യക്തമായ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു നൃത്തത്തിൽ നമ്മൾ ഏർപ്പെടുകയാണെന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം, കപ്പിൾ ഡാൻസ്. അതായത് അകലത്തിന്റെയും അതേപോലെ സമ്പർക്കത്തിന്റെയും അപ്രോച്ചിന്റെയും അവോയ്ഡൻസിന്റെയും ഒരു ചലനം. അത് ഒരു ദാമ്പത്യ ബന്ധം തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഇടപെടൽ ശൈലികൾ വഴി സംസാരിച്ചും കൊണ്ടും പെരുമാറിയും കൊണ്ടും ആ ബന്ധങ്ങൾ പുരോഗമിക്കുകയാണ്. അങ്ങനെ അതൊരു പ്രത്യേക രീതിയിൽ ഉള്ള ആശയവിനിമയത്തിന്റെയും പെരുമാറ്റത്തിന്റെയും ഒരു പ്രകൃതം, പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ്? അത് അങ്ങനെ തന്നെയാണ് തുടരുന്നത്, മാറ്റമില്ലാതെ ഒരു പ്രത്യേക രീതിയിൽ ബന്ധം ആയിത്തീരണം. അങ്ങനെ വൈകാരികമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാക്കണം. ഇതിനെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്ന വിഷയം. ഇതാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്ന വിഷയം, കപ്പിൾ ഡാൻസ് എന്നുള്ള സബ്ജക്ട്. ഒരാളുടെ പ്രവൃത്തി മറ്റൊരാളുടെ വെറുതെ ഒന്ന് വായിച്ചാൽ മതി, കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും. ഇതൊരു സർക്കുലർ ആയിട്ടുള്ള കാര്യമാണ്, ചാക്രികമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളിലെല്ലാം, മനുഷ്യബന്ധങ്ങളിലെ പെരുമാറ്റങ്ങൾ മുഴുവൻ സർക്കുലറാണ്. അതായത് ഇന്ന ആള് ഇന്ന രീതിയിൽ എന്നോട് പെരുമാറിയത് കൊണ്ട് ഞാൻ അങ്ങനെ ആ വ്യക്തിയോട് പെരുമാറുന്നു എന്ന ഒരു പ്രസ്താവനയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. ഒരാൾ നമ്മോട് പെരുമാറി ഇത് ഇങ്ങനെയാണെങ്കിൽ അതിന് പകരം നമ്മളൊന്ന് പെരുമാറിയിട്ടുണ്ട്. ആ പെരുമാറ്റങ്ങൾ ആരാദ്യം തുടങ്ങി എന്നതിന് ഉത്തരവില്ല, എവിടെ തുടങ്ങി എന്നതിലും ഉത്തരവില്ല. അപ്പൊ ഇതൊരു സർക്കുലറാണ്, ചാക്രികമായിട്ട് തുടരുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത്. അതാണ് ശരി. അതില് ബന്ധങ്ങള് ആരോഗ്യകരമുണ്ട്, അനാരോഗ്യകരമുണ്ട്. ആരോഗ്യകരമായുള്ള ബന്ധത്തിൽ വളരെ തുറന്ന ആശയവിനിമയങ്ങൾ ഉണ്ടാവും, അതുപോലെ എംപതി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. അനാരോഗ്യകരമാണെങ്കിൽ സംഘർഷം ഉണ്ടായിരിക്കും, അകൽച്ച ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പരസ്പരം വെറുപ്പുണ്ടായിരിക്കും. ഇത് രണ്ട് തരത്തിലുണ്ട് ബന്ധങ്ങൾ. ഇനി രണ്ട് അനാരോഗ്യകരമായുള്ള കപ്പിൾ ഡാൻസുകളെ കുറിച്ച് പറയട്ടെ. ഒന്ന് പെർസ്യൂർ ഡിസ്റ്റൻസർ, മറ്റൊന്ന് പെർസ്യൂർ. രണ്ടല്ല, മൂന്ന്. മറ്റൊന്ന് ഡിസ്റ്റൻസർ. ഒരാള് പിന്തുടരുന്നു. ഈ പിന്തുടരുക എന്ന് പറയുന്നത് വൈകാരികമായുള്ള പിന്തുടരലാണ്. അതുപോലെ തന്നെ വൈകാരികമായുള്ള അകറ്റലാണ് ഡിസ്റ്റൻസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് ഒരു തരം ദമ്പതികൾ പരസ്പരം പിന്തുടരുകയാണ്. ഈ ആദ്യത്തെയും രണ്ടാമത്തെയും ദമ്പതികൾക്ക് വൈകാരികമായ അടുപ്പമുണ്ട്. പക്ഷെ മൂന്നാമതൊരു തരം ദമ്പതികൾക്ക് വൈകാരികമായ അടുപ്പമില്ലാതെ പരസ്പരം അകറ്റി ചണ്ട കൂടിയിട്ട് അങ്ങനെ അവർ വേർപിരിക്കും. മൂന്നാമത്തെ തരക്കാർ. രണ്ടാമത്തെ തരക്കാർ തമ്മിൽ വൈകാരികമായുള്ള അടുപ്പം ഉണ്ടായിരിക്കും, പക്ഷെ നിരന്തരം വഴക്കമുണ്ടായിരിക്കും.
നല്ലൊരു വഴക്ക് കഴിഞ്ഞാൽ അവര് പതിവിൽ അധികം അടുപ്പത്തിലേക്ക് പോകും വൈകാരികമായിട്ട്. ആദ്യത്തെവരാണ് ഏറ്റവും അധികം. ദമ്പതിയിലെ പങ്കാളിയിലെ ഒരാള് മറ്റാളെ വൈകാരികമായി പിന്തുടരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ആദ്യത്തെ കൂടുതൽ വിശദീകരിച്ചിട്ട് മുന്നോട്ട് പോകാം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? എന്നെ Okay, നന്നായി sir. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. യെസ്. കാണുന്നുണ്ട് അല്ലേ? യെസ്. ഓക്കെ. എങ്കില് ആദ്യത്തെ കാര്യത്താണ് പെർസ്യൂർ ഡിസ്റ്റൻസർ എന്നുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ അതിൽ പെർസ്യൂ ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ പറ്റുന്നത്. എത്രത്തോളം ഭാര്യ വൈകാരികമായി ഭർത്താവിനോട് അടുക്കാൻ ശ്രമിക്കുന്നു, പരിപൂർണമായിട്ട് പിന്തുടരുകയാണ്. നിഴല് പോലെ ഭാര്യ ഭർത്താവിനെ പിന്തുടർന്നു വരും. അത്രത്തോളം ഭർത്താവ് അകറ്റുകയാണ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ചെയ്യണം. അങ്ങനെ ഒരു നിർത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ജസ്റ്റ് മുന്നോട്ട്. ഓക്കെ, ഇത് ഞാൻ കാണിച്ചില്ലായിരുന്നു. ഇതും കൂടി കണ്ടാലേ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നേരത്തെ കാണിച്ചതാണ്, അതിന്റെ ശേഷം ഇങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ട്. അതായത് ഭാര്യ വൈകാരികമായിട്ട് പിന്തുടരുന്നു, ഭർത്താവ് അകറ്റുന്നു. എന്താണ് ഭാര്യ പിന്തുടരാനുള്ള കാരണം? വളരെയധികം അടുപ്പമാണ് ഭാര്യ ആഗ്രഹിക്കുന്നത്. അത് എപ്പോഴും ഊട്ടിവിറപ്പിക്കാൻ ഭാര്യ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഭർത്താവ് ഭാര്യയെ അകറ്റുന്നു. ഭർത്താവ് പറയുന്നത് എനിക്ക് ഇത്തിരി സ്വാതന്ത്ര്യം വേണം, ഇത്തിരി സ്വയം ഭരണം വേണം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്ന ഭാര്യന്റെ അകത്ത്. ഭാര്യ വൈകാരികമായിട്ട് എല്ലാം ഭർത്താവിനോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഭാര്യയുടെ പ്രതികരണത്തിൽ ഒരു ഓവർ റിയാക്ഷൻ വന്നു വരുന്നു, അമിതമായി പ്രതികരിക്കുന്നു. അതുപോലെ അമിതമായ വൈകാരികത കാണിക്കുന്നു. ടെൻഷനും കൂടുതൽ ഭാര്യയ്ക്ക് ഉണ്ടാവുന്നു. കൂടുതൽ ജോലിയും ഭാര്യ ചെയ്യണം കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോ ഭർത്താവ് അതേ സമയത്ത് തന്നെ ഭാര്യയുടെ ഈ അമിത പ്രതികരണത്തിലും അമിത വൈകാരികതയിലും ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നതിലും അതുപോലെ കൂടുതൽ ജോലി, ആവശ്യത്തിലധികം ജോലി, ഈ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ഉത്കണ്ഠയോട് കൂടിയിട്ടൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ആൻസൈറ്റി, അതിനെ ഒരു തടയിടുന്ന സ്വഭാവമാണ് ഭർത്താവ് കാണിക്കുന്നത്. കുറച്ച് ബുദ്ധിപരമായിട്ട് അദ്ദേഹം പെരുമാറുന്നതായിട്ട് പറയുന്നു. അതുപോലെ യുക്തികൾക്കും സമാധാനം പറഞ്ഞിട്ട് ഭാര്യ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നീ പറയുന്നതല്ല ശരി, പോവേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ശാന്തതയോടെ പേശീബലത്തോടെ, അതായത് കാമൻ മസ്കുലൻ, അതാണ് പുരുഷൻ, അങ്ങനെ ആയിരിക്കണം ഭർത്താവ് എന്നാണ് സാമൂഹ്യ സങ്കല്പം. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഭാര്യയെ കുറിച്ചും സമൂഹം സങ്കല്പിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെയാണ്. കുറച്ചൊക്കെ കരയാം അല്ലെ, കുറച്ച് അമിതമായി റിയാക്ട് ചെയ്യാം, അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ അതിൽ ശ്രദ്ധിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ എത്രത്തോളം ഭാര്യ ഭർത്താവിനെ വൈകാരികമായി പിന്തുടരുന്നു, അവന്റെ ഫീലിങ്ങുകൾ എല്ലാം അവളെ ഏറ്റെടുക്കുകയാണ് ചെയ്യും. എന്നിട്ട് അവന് എപ്പോഴും ഫീലിങ്ങുകളൊന്നുമില്ലാതെ എപ്പോഴും തലയുയർത്തി പിടിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഏത് സമയത്തും കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭാര്യയാണ് ചെയ്യുന്നത്. ഭാര്യയുടെ ആ ഒരു എല്ലാ വികാരങ്ങളും എല്ലാ ഫീലിങ്ങുകളും ഭാര്യ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് ഭർത്താവിന് ആ ഒരു നില കൈവരുന്നത്. അപ്പോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു എത്രത്തോളം ഭാര്യ പിന്തുടരുന്നോ അത്രത്തോളം ഭർത്താവ് അകറ്റുന്നുണ്ട്. ആ സമയത്ത് ഭാര്യ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക അകലത്തിൽ ജീവിക്കാൻ തുടങ്ങും. അതായത് എന്റെയൊക്കെ ജീവിതം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഒരു റിയാക്റ്റീവ് ഡിസ്റ്റൻസിൽ, ഒരു പ്രതികരണ അകലത്തില് കുടുംബത്തില് ജീവിക്കാം. ഭർത്താവിന്റെ മേഖല ഒന്ന് വേറെ, ഭാര്യയുടെ മേഖല മറ്റൊന്ന് എന്ന് രീതിയിൽ ജീവിക്കുന്നു. പുരുഷനാണെങ്കിൽ കൂടുതൽ സ്പേസ് കിട്ടും ദാമ്പത്യ ജീവിതത്തില്. പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ, അതായത് പുരുഷൻ വേറെ ഭാര്യ വേറെ, ഭാര്യയുടെ ലോകം ഒന്ന് വേറെ,
ഭർത്താവിന്റെ ലോകമൊന്ന് വേറെ. ഈ രീതിയിൽ ദാമ്പത്യ ബന്ധം മുന്നോട്ട് പോകുന്നു. പക്ഷെ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുരുഷന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വൈകാരികമായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ കാമൻ മസ്കുലിൻ, ശാന്തതയോട് കൂടിയിട്ടും പേശി ബലത്തോട് കൂടിയിട്ടുള്ള സമീപനം മാറേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വൈകാരികതയിൽ മുങ്ങുമ്പോൾ ഭാര്യയുടെ സാമീപ്യം കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഭർത്താവ്. ആ സമയത്ത് ഭാര്യയോട് അടുക്കുമ്പോൾ നേരത്തെ അകറ്റിയതാണ്. ഇതേ അവസ്ഥ ഭാര്യക്കുണ്ടായപ്പോൾ ഭർത്താവ് ഭാര്യനെ അകറ്റിയതാണ്. അപ്പോ ഭാര്യയുടെ സ്വാഭാവികമായിട്ടുള്ള മാനസികാവസ്ഥ എനിക്ക് ആ വൈകാരിക സപ്പോർട്ട്, വൈകാരിക പിന്തുണ ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പൊ നിങ്ങൾക്ക് വൈകാരിക പിന്തുണ വേണം, അപ്പൊ നിങ്ങളെ എന്നിലേക്ക് വരുന്നു. ഈ രീതിയിലാണ് ഈ ഡാൻസ് പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അകലവും അടുപ്പവും മാറി മാറി വന്നിട്ട് ഒരു നൃത്തമാണ് ദാമ്പത്യ ജീവിതം എന്നാണ് കൺസെപ്റ്റ്. ഈ പിന്തുടരുന്ന ഭാര്യ എപ്പോഴും ഭർത്താവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ പിന്തുടരലും അകറ്റലും പരസ്പരം മാറുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? എന്തെങ്കിലും കൂടുതൽ വിശദീകരണം വേണോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ ഇത് അനാരോഗ്യകരമാകുന്നു ആണ്. എന്തുകൊണ്ടാണ് അനാരോഗ്യകരമാകുന്നത് എന്നുള്ള ചോദ്യമാണ്. ഇതാണ് നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് അനാരോഗ്യകരമാകുന്നു. എന്തുകൊണ്ടാണ് അനാരോഗ്യകരമാകുന്നു എന്ന ചോദ്യം. ഇവിടെ തുല്യതയില്ല. ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യതയില്ല. ഇതൊരു പഴയ കൺസെപ്റ്റാണ്. ഇവിടത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ശാന്തമായ സമുദ്രമാണെങ്കിൽ ഈ ദാമ്പത്യ ബന്ധം വളരെ സുന്ദരമായിട്ട്, ദാമ്പത്യ ബന്ധത്തിന്റെ വഞ്ചി വളരെ, അല്ലെങ്കിൽ കപ്പല് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ കാറ്റും കോളും വരുന്ന ഒരു സമുദ്രം, അതായത് ഈ പുരുഷൻ ആണ് അവിടെ എല്ലാം ചെയ്യുന്നത്. സ്ത്രീ വൈകാരികമായ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് എന്ന ഉദ്ദേശത്തില് എല്ലാ വൈകാരിക തലവും സ്ത്രീ ഏറ്റെടുക്കുക. ഫീലിംഗ് എല്ലാം സ്ത്രീ ഏറ്റെടുക്കുന്നു, പ്രവൃത്തിയെല്ലാം പുരുഷൻ ചെയ്യുന്നു. ആ രീതിയിലിട്ട് മുന്നോട്ട് പോകുമ്പോൾ പുരുഷന് ഒരു പ്രത്യേക മസ്കുലിൻ ആൻഡ് കാം ഒരു റോളാണ് കൊടുത്തിട്ടുള്ളത്. അതില് പുരുഷന് ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പുരുഷൻ പതറിപ്പോകുന്നു. ആ സമയത്ത് ഭാര്യ ചെയ്യുന്നത്, ഭർത്താവ് അത്തരത്തിൽ പതറിപ്പോകുന്ന അവസ്ഥയിൽ ഭാര്യ ചെയ്യുന്നത് കൂടുതൽ പിന്തുടരാണ് വൈകാരികമായിട്ട് ഭർത്താവിനെ. കൂടുതൽ ഭർത്താവിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിലും ഭർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോ ഈ ഒരു രീതി മാറും. ഇങ്ങനെ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതാണ് പറയുന്നത്. അപ്പോ ഇത് മാറ്റാൻ ഒരേ ഒരു വഴിയുള്ളൂ. ഈ പെർസ്യൂ ചെയ്യുന്നത്, ഇങ്ങനെ വൈകാരികമായി പിന്തുടരുന്നത് നിർത്തുക എന്ന് മാത്രമേ വഴിയുള്ളൂ. വൈകാരികമായിട്ട്, അതായത് ഭർത്താവ് പറഞ്ഞത് മുഴുവൻ അതേപടി കേട്ടുമുണ്ട്, ഭർത്താവിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് ഭാര്യ എല്ലാം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് വൈകാരിക പിന്തുണ ഈ പെർസ്യൂ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നില്ല. ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ള ദാമ്പത്യ ബന്ധത്തിന്റെ വളരെ വലിയൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. ഭാര്യയ്ക്ക് അത് കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു സെൽഫ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടേതായുള്ള സ്വത്വം അത് എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു അത്രത്തോളം മാത്രമേ നമുക്ക് ബന്ധങ്ങൾ നന്നായിട്ട് നിലനിൽക്കുള്ളൂ. ഇവിടെ സ്വത്വം പരിപൂർണമായിട്ട് സംരക്ഷിക്കപ്പെടാത്ത ഒരവസ്ഥ കൂടിയാണ് ഉണ്ടാകുന്നത്. ഈ പെർസ്യൂ ചെയ്യുന്നത് നിർത്തിയിട്ട് ഒരു സ്വത്വ സംരക്ഷണത്തിലായിട്ട്, അതായത് താൻ ആഗ്രഹിക്കുന്ന, താൻ ത്യജിക്കുന്ന കാര്യങ്ങൾ ചിലതെങ്കിലും തനിക്ക് വേണ്ടി താൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ പെർസ്യൂ ചെയ്യുന്ന ആള്, അതായത് ഭാര്യ, മാറുകയാണെങ്കിൽ ഈ ഡാൻസ്
ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെർസ്യൂവർ രണ്ടുപേരും വളരെ വൈകാരിക തലത്തിലാണ്. അവര് ഭയങ്കര വൈകാരികത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ഓപ്പോസിറ്റ് പോൾസാണ് അട്രാക്ട് ചെയ്യുക അല്ലെ. ഈ വിപരീതങ്ങൾ തന്നെയാണ് പുരുഷനും സ്ത്രീയും. പക്ഷെ ഈ വൈകാരികമായിട്ട് അട്രാക്ട് ചെയ്താല് വീണ്ടും അത് അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. വീണ്ടും അകലത്തിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും അട്രാക്ഷൻ ഉണ്ടാകുന്നുള്ളൂ, ആകർഷണം ഉണ്ടാകുന്നുള്ളൂ. അപ്പോ ഈ ഇവര് പിന്നീട് സംഘർഷത്തിലോട്ട് പോകും ഉടനെ തന്നെ. അവിടെ അങ്ങനെയാണ് വഴക്കുണ്ടാവുന്നത്. ഇങ്ങനെ നിരന്തരം സംഘർഷവും പിന്നെ വീണ്ടും ഒരുമിക്കലും അങ്ങനെയുള്ള ഒരു ദാമ്പത്യ ബന്ധം. ഇവിടെയും വൈകാരികത ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നല്ല വൈകാരികതയുള്ള ബന്ധങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ അവർ പറയും അവർക്ക് നല്ല തത്വവ്യവസ്ഥ ഉണ്ടായിരിക്കും. വഴക്കിടുന്ന ദാമ്പത്യ ബന്ധത്തിലെ നല്ല ബന്ധമാകൂ എന്നുള്ളൊരു രീതി ആയിരിക്കും അവർ പറയുക. പക്ഷെ ഇതും അനാരോഗ്യകരമാണ്. ഇനി ഈ കൂട്ടര്, മൂന്നാമത്തെ കൂട്ടര് പരസ്പരം ഡിസ്റ്റൻസ്. അവർക്ക് വൈകാരികത എന്ന് പറഞ്ഞ ഒന്നേയില്ല. അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ വൈകാരികത ഒന്നുമില്ല. അവര് പരസ്പരം രണ്ട് ശത്രുക്കളെ പോലെ പിൻവലിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ മുന്നോട്ട് പോയിട്ട് അവസാനം അവരുടെ ബന്ധം തകരുകയാണ് ചെയ്യുക. ഇനി ഈ കളിയില് ഇപ്പോ 3 കാര്യങ്ങൾ ഞാനിവിടെ അവതരിപ്പിച്ചു. ഒന്ന് പെർസ്യൂവർ, ഡിസ്റ്റൻസർ, മറ്റൊന്ന് പെർസ്യൂവർ, മൂന്നാമത്തേത് ഡിസ്റ്റൻസർ. ഇനി ഇതുപോലുള്ള വേറെ ചില നൃത്തങ്ങൾ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മനസ്സിലാക്കിക്കാം. ഒരു പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഭാര്യയും ഭർത്താവും അവരൊരു കുറ്റപ്പെടുത്തൽ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവര് എന്തെങ്കിലും ആരാണ് കാരണം? ഭർത്താവ് ഭാര്യയും കുറ്റപ്പെടുത്തും, ഭാര്യ ഭർത്താവിനെയും കുറ്റപ്പെടുത്തും. രണ്ടുപേരുടെയും ഊർജം ഒരുപാട് അതിൽ നഷ്ടപ്പെടും. എന്നാൽ പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹാരം എന്നത് നടക്കുകയും ഇല്ല. ഈ ആരാണ് ഇത് തുടങ്ങിയത്? ഈ സ്വഭാവം തുടങ്ങിയത്? വഴക്ക് പിന്നീട് വഴക്കാവുമല്ലോ അല്ലെ. കുറ്റപ്പെടുത്തലുണ്ടെങ്കിൽ അവിടെ വഴക്കുണ്ട്. ആരാണ് വഴക്ക് ആദ്യം തുടങ്ങിയത്? അവരാദ്യം നിർത്തട്ടെ എന്നുള്ള അന്വേഷണമായിരിക്കും. പക്ഷെ അതിനൊരു ഉത്തരം കിട്ടാറില്ല. എത്രത്തോളം ചീത്ത പറയുന്ന സ്വഭാവം ഭർത്താവിനുണ്ടോ ഭാര്യ അത്രത്തോളം പിൻവലിക്കും. അതേമാതിരി തന്നെ മറിച്ചു. ഓക്കെ, അതിനും ഉത്തരം ഇതാണ്. ആദ്യം എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിൻവലിയുന്നതായിരിക്കും ഉത്തരം ഉണ്ടായിരിക്കുക. അപ്പോ ഈ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചീത്ത പറഞ്ഞതിന് കാരണം ഉണ്ടാക്കിയത് എന്റെ ഭർത്താവാണ്. അതായിരിക്കും ഉത്തരം. പക്ഷെ സത്യത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാക്രിക നൃത്തമാണ്, സർക്കുലർ ഡാൻസ് ആണ് സംഭവിക്കുന്നത്. ആര് തുടങ്ങിയെന്നോ ആര് അവസാനിപ്പിക്കുമെന്നോ എന്നും ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല. എപ്പോൾ തുടങ്ങിയെന്നോ അതിനൊന്നും ഇങ്ങനെ സർക്കുലറായിട്ട് ചാക്രികമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബന്ധങ്ങളെല്ലാം അങ്ങനെയാണ്. അത് പ്രത്യേകിച്ചും ദാമ്പത്യ ബന്ധം. അപ്പോ ഒരാളുടെ പെരുമാറ്റം മറ്റാളെ പ്രൊവോക്ക് ചെയ്യാൻ ചെയ്യുന്നത്. അത് പ്രൊവോക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ഇദ്ദേഹം ഭാര്യ ഒരു കാര്യം പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ് ഭർത്താവ് അങ്ങനെ പറയുന്നത്. ചീത്ത പറയാൻ, കുറ്റപ്പെടുത്താൻ, ചീത്ത പറയാന്ന് പറഞ്ഞല്ലോ. ചീത്ത പറയാൻ കാരണം അറിയാതെ തന്നെ ഒരുപക്ഷെ ഭാര്യ ഉണ്ടാക്കും, ഭർത്താവാണ് ചീത്ത പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ചു ഒരു ഒടുക്കോ തുടക്കോ അതിനുണ്ടായിരിക്കില്ല. പക്ഷെ ഇത് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ബോധരേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാര് തുടങ്ങി, അല്ലെങ്കിൽ ഭർത്താവ് കാരണമാണോ കലഹം ഉണ്ടാവുന്നത്, ഭാര്യ കാരണമാണോ കലഹം ഉണ്ടാവുന്നത് എന്ന് നോക്കുകയല്ല, ഇത് എങ്ങനെ നിർത്താൻ കഴിയും എന്നുള്ളത് ചിന്തിക്കുകയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കണം. അപ്പൊ അതിന്റെ ഒരു വഴിയിലാണ് നമ്മൾ. എന്താണ് ഇപ്പൊ ചാക്രികമായിട്ടുള്ള ഡാൻസ് ആണത് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇതിനെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നു, നമുക്കൊരു ഇൻസൈറ്റ് കിട്ടുന്നു. ഇത് ആര് തുടങ്ങി, ആര്
കാരണമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രസക്തിയില്ല. കാരണം ഇത് ചാക്രികമാണ്, വൃത്തം അല്ലെ, വൃത്തത്തിൽ വൃത്തം എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നില്ല, അങ്ങനെയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് പ്രൊവോക്ക് ചെയ്യാൻ, പ്രകോപിപ്പിക്കാൻ ഓരോരുത്തരും വഹിക്കുന്ന പങ്ക് എന്താണ്? കുറ്റപ്പെടുത്തൽ കളിയാണെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ആള് പറയുക കാര്യം ഉണ്ടായിട്ടാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ പറയുന്നതിൽ സത്യം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ പരിപൂർണമായിട്ട് സത്യം ഉണ്ടാവില്ല. 97% സത്യം ഉണ്ടെങ്കിലും 3% ഒരു അല്ലാത്തതുണ്ടായിരിക്കും. അവിടെ അതില് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സത്യത്തെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡാൻസ് ഇല്ലാതാക്കാൻ കഴിയും. എന്നിട്ട് നല്ല ബന്ധത്തിന് സാധ്യതയുണ്ട്. ഇനി ഇപ്പൊ നമുക്ക് ഏകദേശം പിടികിട്ടി ഇതെങ്ങനെയാണ് ഇത് സർക്കുലർ ഡാൻസ് ആണെന്ന് മനസ്സിലായി. ഇങ്ങനത്തെ സർക്കുലർ ഡാൻസുകളാണ്, ചാക്രിക നൃത്തങ്ങളാണ് ദാമ്പത്യ ബന്ധത്തെ പ്രശ്നമുണ്ടാക്കുന്ന കാര്യം എന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ, ഇപ്പോ ഡാൻസ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പുകളാണുള്ളത്. ഇപ്പോ നമ്മൾ തുടങ്ങുന്ന നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന അനാരോഗ്യകരമായ ഡാൻസിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ഡാൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതെങ്ങനെ? ആ മാറ്റാനുള്ള സ്റ്റെപ്പ് എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം. ഇപ്പൊ എല്ലാവരും പറയും ഇതിപ്പോ എന്താ പുതുമയായിട്ടൊന്നും ഞാനൊന്നും പറയാനില്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഇത്രയും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇതിന് എന്ത് പുതുമയുള്ളത്? ഈ ലോകം ഉണ്ടായ, ദാമ്പത്യ ബന്ധം ഉണ്ടായ, വിവാഹം ഉണ്ടായതിന്റെ അന്ന് മുതൽ ഇന്ന് വരെ ദാമ്പത്യ ബന്ധം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് പുരുഷൻ ഇങ്ങനെയാണ്, സ്ത്രീ അങ്ങനെയാണ്. പുരുഷന്റേതായ റോളുണ്ട്. ബ്രെഡ് വിന്നർ പുരുഷനാണ്. സ്ത്രീ വീട്ടില് കഴിയേണ്ടതാണ്, കുട്ടികളെ വളർത്തേണ്ടതാണ്, ഭക്ഷണം ഉണ്ടാക്കേണ്ടതാണ്. ഇതൊക്കെയാണ് റോള്. അത് സെക്സ് റോളാണ്. അത് പ്രകാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് പുരുഷന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സമൂഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള ഒരു ജീവിതമാണ് ഇത്. ഇതല്ലേ ശരി? ഇങ്ങനെ തന്നെയല്ലേ മുന്നോട്ട് പോകേണ്ടത് എന്നായിരിക്കും നമ്മുടെ ഓരോരുത്തരും, ഞാനിപ്പോ പറയുമ്പോ കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ഉത്തരം ഇത് തന്നെയായിരിക്കും. ഇത് ജെൻഡർ മാനേജ്മെന്റ് ആണ്. സമൂഹം പറഞ്ഞ പ്രകാരം പുരുഷനും സ്ത്രീയും ജീവിതം മാനേജ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പുരുഷൻ ഇന്ന ജോലികൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. ആ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കറക്റ്റ് അല്ല, ഇത് ആരോഗ്യകരമല്ല. പുരുഷനും സ്ത്രീക്കും തുല്യ സ്ഥാനം ഉണ്ടാവുന്ന ദാമ്പത്യ ബന്ധമാണ് ഏറ്റവും അധികം പുരോഗമിക്കപ്പെടുക. വൈകാരികമായിട്ട് അപ്പൊ ഇതില് പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് പിന്തുടരുന്ന ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ കാര്യം ലഭിക്കുന്നില്ല, പരസ്പരം ലഭിക്കുന്നില്ല. ഭാര്യയും കിട്ടുന്നില്ല, ഭർത്താവിനും കിട്ടുന്നില്ല. ഇമോഷണൽ സപ്പോർട്ട്, വൈകാരിക പിന്തുണ, ഇത് ദാമ്പത്യ ബന്ധത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ സംതൃപ്തരല്ല ദാമ്പത്യത്തിൽ. ഈ ദാമ്പത്യത്തിൽ സംതൃപ്തരല്ല. ഭർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ മാറണമെന്ന് ഭാര്യ ആഗ്രഹിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭാര്യ മാറണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കും. പക്ഷെ ഇതും രണ്ടും ഒരിക്കലും സംഭവ്യമല്ല. എത്രത്തോളം അത്ര ആഗ്രഹിക്കുന്നോ അത്രത്തോളം പരസ്പരം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഈ പെരുമാറ്റ പ്രകൃതമായിട്ട് മുന്നോട്ട് പോവുകയാണ് ജീവിതം. ആ പെരുമാറ്റ പ്രകൃതം ഒരു ചാക്രിക നൃത്തമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനെ കൂടുതൽ സംരക്ഷിക്കാൻ, മാറ്റാൻ ശ്രമിക്കുന്നിടത്തോളം, ഒരാൾ മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കുന്നിടത്തോളം ഈ ചാക്രിക നടനം, സർക്കുലർ ഡാൻസ് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയാണ്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? ഇത്രയും പറഞ്ഞാൽ ക്ലിയർ അല്ലേ? ആരെങ്കിലും ഇത് പരിഹരിക്കും? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനി കുറ്റപ്പെടുത്തൽ കളി, ക്ലെയിമിംഗ് ഗെയിം. അതിന് ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം എന്താ പറഞ്ഞ പെർസ്യൂർ, ഡിസ്റ്റൻസ്. അത് വ്യക്തമായിരിക്കും. അതാണ് സാധാരണ ദാമ്പത്യം. ഏറ്റവും അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, ഇങ്ങനെയാണ് ഉത്തമ ദമ്പതികൾ വേണ്ടത്.
എന്നൊക്കെയാണ് നമ്മളെ ഒരുപാട് പറയുക. അപ്പൊ അവർ തമ്മിൽ വഴക്കൊന്നുമില്ല. പക്ഷെ ഭാര്യയുടെ സാക്രിഫൈസിന് ഭർത്താവ് നിൽക്കുന്നു. ഭാര്യയ്ക്കാണെങ്കിൽ വൈകാരിക പിന്തുണയും ഇല്ല. അതുപോലെ ഭാര്യയുടെ സ്വത്വം അവിടെ പലതും ബലികഴിക്കപ്പെടുക. ഭാര്യയ്ക്ക് ചിലതൊക്കെ പറഞ്ഞതിനപ്പുറം പോകുന്ന അധികാരമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ. അതാണ് അല്ലെ നമ്മൾ പെട്രിയാർക്കിക് എന്നൊക്കെയോ അങ്ങനത്തൊക്കെ പറയും. ഇതിലൊക്കെ ആ പറയുന്ന കാര്യം നമുക്കറിയാം എങ്ങനെയാണ് നടക്കുന്നതെന്നുണ്ട്. അത് ശരിയാണ്. പുരുഷനാണെങ്കിൽ നല്ല അതല്ലേ ആണാണ് അല്ലെ, നല്ല കഴിവുള്ള മനുഷ്യൻ, കാമൻ മസ്കുലിനായുള്ള പുരുഷൻ, എല്ലാം അനുസരിക്കുന്ന ഭാര്യ, നല്ല അച്ചടക്കമുള്ള ദാമ്പത്യ ബന്ധം. അതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് വഴക്കുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല. മൂന്നാമത്തത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പറഞ്ഞ ബ്ലെയിമിങ്. ഇത് ഈ 3 കാര്യത്തിലും ഈ ബ്ലെയിമിങ് നടക്കുന്നുണ്ട്. ബ്ലെയിമിങ് ഗെയിം, അതിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് കൂടുതൽ പ്രവർത്തിക്കുക, കൂടുതൽ ഇൻവോൾവ് ചെയ്യുക, പിന്നെ വളരെ കുറച്ച് മാത്രം ഇൻവോൾവ് ചെയ്യുക. നേരത്തെ പറഞ്ഞു ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഇൻവോൾവ് ചെയ്യുന്ന അമ്മയായിരിക്കും. അത് അത്രത്തോളം അച്ഛൻ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോ എന്താ സംഭവിക്കാം? നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ശ്രദ്ധിക്കും. അതായത് കൂടുതൽ പെർസ്യൂ ചെയ്യുന്ന, കൂടുതൽ വൈകാരികമായിട്ട് ഭർത്താവിനെ പിന്തുടരുന്ന ഭാര്യ, ആ അവസ്ഥയിൽ ഭർത്താവ് ഭാര്യനെ അകറ്റുന്നുണ്ട്. ആ അകറ്റുമ്പോ എന്താ ഇവിടെ ഈ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞുള്ള കാര്യം എന്ന് പറയുമ്പോൾ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ, ജോലിക്കാരും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഭാര്യനെ അകറ്റാം. അപ്പോ ഭർത്താവ് അച്ഛൻ എന്നുള്ളൊരു റോൾ കൂടി ഉണ്ട് ഭർത്താവിന്. അപ്പൊ അതിനെ അത് ബാധിക്കും. ആ എംപ്റ്റി സ്പേസ് ഭർത്താവ് ജോലിക്ക് കൂടുതൽ വ്യാപൃതനാണ്. അപ്പൊ കുടുംബത്തിന് ഭർത്താവിന് കിട്ടാനില്ല. അപ്പോ ആ സ്ഥലം കൂടി ഭാര്യ കൈകാര്യം ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് കൂടുതൽ ജോലി വരും, കൂടുതൽ ഇൻവോൾവ്മെന്റ് വരും. എത്രത്തോളം ഭാര്യ കൂടുതൽ കുടുംബകാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നു അത്രത്തോളം ഭർത്താവ് അകലുകയും. ഈ ഒരു കാര്യം എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭാര്യയ്ക്ക് ഒരുപാട് ബർഡനായിരിക്കും കുടുംബജീവിതത്തിൽ. പുരുഷൻ അതിന് ന്യായം പറയുന്നുണ്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ജോലി ജോലി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരിക്കില്ല. ജോലി ഉണ്ടെങ്കിൽ തന്നെ വീട്ടിലെ ജോലികൾ കൂടുതൽ ചെയ്യേണ്ടത് ഭാര്യ തന്നെയായിരിക്കും. അപ്പോ അങ്ങനെയുള്ള സമയത്ത് ഇതിന്റെ ബാലൻസ് ഉണ്ടാക്കുന്നത് പുരുഷാധിപത്യത്തില് ഗർജിച്ചുകൊണ്ടായിരിക്കും ഭർത്താവ്. അങ്ങനെ ഭാര്യനെ അടക്കി വാഴും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഈ കളിയില് ഭർത്താവ് സംതൃപ്തനുമല്ല. ആ ഭർത്താവിന് വളരെ ഭർത്താവിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിയാലോ, നമുക്ക് ഈ ദാമ്പത്യ ബന്ധം ഏറ്റവും അധികം അടുപ്പുള്ള ഒരു ബന്ധമാണ്. ഇങ്ങനെ ഒരു റോളിൽ ഭർത്താവ് ഉണ്ടാവുമ്പോൾ ആ ഭർത്താവിന് വളരെ വലിയ വിലയൊന്നും കുടുംബത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അവരൊരു അസാധാരണക്കാരനായിട്ട് നിലനിൽക്കും. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഒരാൾ ഓവർ ഇൻവോൾവ്മെന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അണ്ടർ ഇൻവോൾവ്മെന്റ് വരുന്നത് ഭർത്താവിന്റെ. അതാണ് സത്യം. അങ്ങനെയാണ് ഈ സർക്കുലർ ഡാൻസ് നടക്കുന്നത്. അപ്പൊ അതിനോട് കൂടിയിട്ട് ഇയാൾക്ക് സ്പേസ് കിട്ടാതെ വരുമ്പോ ഇയാള് ഓൾഡ്മാൻ ആയിട്ട് വരുന്ന സമയം ഇയാള് പുരുഷാധിപത്യം, ഞാൻ പുരുഷനാണ്, എനിക്ക് ആ രീതിയിൽ ഷൗട്ടിങ്ങും ബഹളവുമായിട്ട് അങ്ങനെ ഒരു അടിച്ചമർത്തലിന്റെ രീതിയിലോട്ട് പോയിട്ട് ഒരു വിഷ്യ സർക്കിളായി മാറുന്നു. ഇതും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ ഈ മോശം പ്രവർത്തിക്കുന്ന ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ആൾക്കാർ അവര് പ്രത്യേക രീതിയിലൊക്കെ എന്ന് പറയാം, ഇത്തരത്തിലൊക്കെ പറയും. അവര് ഇത് എല്ലാ ബന്ധങ്ങളിലും ഉണ്ട് കേട്ടോ. ദാമ്പത്യ ബന്ധം മാത്രമല്ല, എല്ലാ ബന്ധങ്ങളിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അണ്ടർ ഫങ്ഷനേഴ്സും ഓവർ ഫങ്ഷൻ, കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നവരും കുറവ് പ്രവർത്തിക്കുന്നവരും.
അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരുപാടുണ്ട്. സാമ്പത്തിക അവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ കൂടുതൽ ഇപ്പൊ കുറഞ്ഞ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. കൂടുതൽ പ്രവർത്തിക്കുന്നവര് എന്താണ് ഇത് പറയാ, എല്ലാം അയാൾ ആ വ്യക്തിയായിരിക്കും ചെയ്യേണ്ടവർ, മറ്റേ വ്യക്തിക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല. അപ്പോ എല്ലാം ചെയ്തു, എല്ലാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടെങ്കിൽ ആ ദൈവം ഉണ്ട് എന്നൊക്കെ കൂടുതൽ പറയുന്ന വ്യക്തി കൂടുതൽ പ്രവർത്തിക്കുന്നതായിരിക്കും, ആളായിരിക്കും. ആ എല്ലാവരുടെയും പിന്തുണയും കിട്ടും, എല്ലാവരും ആ വ്യക്തിയെ അംഗീകരിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈ ഒരു ഓവർ ഫങ്ഷന് ഉണ്ടാവുന്നത്? അണ്ടർ ഫങ്ഷന് കൂട്ടുണ്ടാകുമ്പോഴാണ് ഓവർ ഫങ്ഷനുകൾ ഉണ്ടാവുന്നത്. ഈ കൂടുതൽ പ്രവർത്തിക്കുന്ന വ്യക്തി അങ്ങനെ ആയിത്തീരുന്നത് ഏതെങ്കിലും ബന്ധത്തിലുള്ള ഒരാള് കുറച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? ഓക്കെ. എല്ലാത്തിനും ഈ വ്യക്തിക്ക് കഴിവുണ്ട്, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും മറ്റേ വ്യക്തിക്കാണ് ഈ കഴിവ് കുറവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയും. അത്രേ കഴിവുള്ളൂ, പിന്നെ എന്താ ചെയ്യാ, ആ രീതിയിൽ ഒതുങ്ങിക്കൊടുക്കും ഈ കുറച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർ. മറ്റാൾക്ക് എല്ലാം കഴിവുണ്ട്, അതുകൊണ്ട് മറ്റാള് കുറ്റപ്പെടുത്തും, ഇയാൾ മറ്റാളെ കുറ്റപ്പെടുത്തും. ഇപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത് ഓവർ ഫങ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അവർക്കും തങ്ങൾക്ക് വേണ്ടതായുള്ള ശരിയായ ബോധ്യം, എന്താ ചെയ്യേണ്ടത്, കുടുംബത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ശരിയായ ബോധ്യം ഉണ്ടായിരിക്കും അവർക്ക്. അത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. മറ്റുള്ളവരെ എന്ത് പ്രശ്നമായാലും അവരെക്കാട്ടും നന്നായിട്ട് അവര് പ്രവർത്തിക്കുന്നവര് ആ ധാരണ അവരുണ്ടാക്കിയെടുക്കും. ഇവരുടെ ദോഷമാണ് ഈ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞത്. ഇവർക്ക് സാധാരണ ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോടുള്ള വരീസ്, അവർക്ക് ഒരുപാട്, ഇവരിപ്പോ അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നല്ല ഈ ഓവർ പെർഫെക്റ്റ്. അവർക്ക് അവരുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങളിലും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളുണ്ട്, അതിന്റെ വരീസും ഉണ്ട്. ഇത് മറ്റുള്ളവരുടെ കാര്യം ചെയ്തിട്ടാണ് അവര് മറക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ട വിഷയം ഇവരുടെ കാര്യം. ഇവരുടെ ദൗർബല്യം അതാണ്. തങ്ങളുടെ ദുർബലമായ പ്രവർത്തിക്കാതെ പങ്കുവയ്ക്കാൻ അവരൊരിക്കലും അവരുടെ വീക്ക്നെസ് അവരൊരിക്കലും പുറത്തേക്ക് പറയില്ല. ഇവരുടെ കൂടെ എപ്പോഴും ഒരു അണ്ടർ ഫങ്ഷൻ ഉണ്ടാവും, ഒരു കാര്യത്തിനും കൊള്ളാത്ത അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാത്ത ആളുണ്ടാവും. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്വത്വം ഇല്ല, സ്വത്വം എന്ന സെൽഫ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അതെ ജീവിക്കുന്ന ഒരു ആളായിട്ട് അണ്ടർ ഫങ്ഷൻ. ഇത് നമ്മളെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്ന ബന്ധങ്ങളിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. അതായത് ഒരാൾ വളരെയധികം മടി പിടിച്ചിരിക്കും എല്ലാ കാര്യത്തിലും, ഒരു മൂടുതള്ളല് അല്ലെങ്കിൽ ഒരു പുഷ് കിട്ടിക്കഴിഞ്ഞാലാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത്. അത് എന്ത് ജോലി ചെയ്യാണ് ഒരു പുഷിന് വേണ്ടി കാത്തിരിക്കും. എത്രത്തോളം പുഷ് ചെയ്യുന്നോ അത്രത്തോളം ഈ വ്യക്തി മടി കാണിക്കും. ഇങ്ങനെ ഒരു കളിയുണ്ട്, ഇങ്ങനെയുള്ളൊരു ദാമ്പത്യ നൃത്തവും ഉണ്ട് എന്നുള്ളതാണ്. ഇതും നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ വീട്ടുജോലികൾ പലതും, പല സാധനങ്ങൾ, പച്ചക്കറി വാങ്ങാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രോസറി വാങ്ങാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്നടുത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, ബില്ലടയ്ക്കാനുണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്യാതിരിക്കും ഒരാള്. അത് പറഞ്ഞ് ചെയ്യിച്ചില്ലെങ്കിൽ അവിടെ കിടക്കും. അപ്പൊ എന്താ ചെയ്യാ, പലപ്പോഴും എന്ത് ചെയ്യും. ഭാര്യയാണ് ഈ മടി പിടിച്ചിരിക്കുന്ന ആണെങ്കിൽ, അല്ല ഭർത്താവാണ് മടി പിടിക്കുന്നത്, ഭാര്യ ചെയ്യും. ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യും. മറിച്ചാണെങ്കിൽ വീട്ടുജോലി അല്ലെ, ഭാര്യയ്ക്ക് പറഞ്ഞിട്ട് വീട്ടുജോലി, അപ്പൊ അത് ചെയ്യാതിരിക്കാത്ത പല കാര്യങ്ങൾ ചെയ്യാൻ ഭർത്താവ് സഹായിക്കും. ഇങ്ങനെയൊക്കെ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതൊരു സർക്കുലർ ഡാൻസ് ആണ്. എത്രത്തോളം മടി കാണിക്കുന്നു അത്രത്തോളം പുഷ് ചെയ്യേണ്ടി വരും.
എത്രത്തോളം പുഷ് ചെയ്യുന്നു അത്രത്തോളം മടി കാണിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യാന്നുള്ള. നേരത്തെ പറഞ്ഞ പോലെ പെർസ്യൂ ചെയ്യുന്നവര് പെർസ്യൂവർ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാർ പെർസ്യൂ ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞു. അതിന് പ്രത്യേക രീതിയുണ്ട്. അത് നമ്മള് വിചാരിക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് ഞാൻ പിന്നീട് അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാം. ഇപ്പൊ ചെയ്യേണ്ടത് ഇതാണെന്ന് മാത്രം പറഞ്ഞിട്ട് പറയാം. അപ്പോ ഇതിപ്പോ ഇവിടെ ഒരു കാര്യം ചെയ്യണം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല. ഇതൊന്നും മാറ്റിയെടുക്കണം. സാധാരണഗതിയിൽ ഇങ്ങനെ ഇതാണ് ജീവിതം നമ്മുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ അവയർനെസ് ഇല്ലാതെയാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് അതിന്റെ ആദ്യത്തെ പടി. ഇത് മാറ്റാനുള്ള ആദ്യത്തെ പടി. അപ്പോ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നൃത്തത്തിൽ നിന്ന് അതിന്റെ സ്റ്റെപ്പ് ഒന്ന് ചെറുതായിട്ട് മാറ്റി. ഇപ്പോ ഈ രമയുടെ കാര്യത്തിൽ രമ ഒരു തീരുമാനം എടുക്കുന്നു, ഒന്ന് മാറ്റിയേക്കാം എന്ന്. ഇപ്പൊ മടി പിടിച്ചിരിക്കുന്ന ഭർത്താവാണ് രവിക്കുന്നത്, അല്ലെ? അപ്പോ രവിയോട് എന്തായാലും ഇതൊന്ന് മാറ്റാനുള്ള വീട്ടിലൊരു നീക്കം നടത്താൻ രമ തീരുമാനം. അത് ഈ മടി എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ആദ്യം പറയുന്നു. അങ്ങനെ പറയാം. എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന രമ ചിന്തിക്കണം. ആദ്യം രമ ചിന്തിച്ചത് ഒരു ഓപ്ഷൻ, അതായത് എനിക്ക് ഇഷ്ടമില്ല, എന്നാലും ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഞാൻ മുന്നോട്ട് പോകാൻ, നമുക്ക് ദാമ്പത്യ ബന്ധം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, ഇന്ന് ശ്രമിച്ചതൂടെ ഒന്ന് മുഴുമിക്കാനായിട്ട്, കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചൂടെ? അല്ല, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങൾ പല കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് വിഷമങ്ങളുണ്ട്, അതുണ്ട്, പല കാര്യങ്ങളുണ്ട്, നിങ്ങൾ അങ്ങനെ ആയിപ്പോയതാണ്. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കാം. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ മടി കാണുമ്പോൾ പ്രകോപം വരുന്ന ദേഷ്യത്തിൽ കൂടെ ആയിരിക്കും, ചീത്ത പറച്ചിലൂടെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ദേഷ്യം വരുമ്പോഴാണ് ചീത്ത പറയുന്നത്. അപ്പൊ ദേഷ്യം വരാതെ ഞാൻ നോക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ ഓക്കെ ആയിട്ട് കണക്കാക്കാം എന്നുള്ള വേറൊരു സ്റ്റാൻഡ് എടുക്കാം. പിന്നെ പറയാം, ഞാൻ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരാഴ്ച വരെ അത് സഹിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ദേഷ്യം വരാൻ ഞാൻ ചെയ്തോളാം എന്നൊക്കെ സ്റ്റാൻഡുകൾ എടുക്കാം. അങ്ങനെയൊക്കെ ഇത്തരം സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ കളി മാറുമോ എന്ന് ചോദ്യം. ഇങ്ങനത്തെ ഒരു ദാമ്പത്യ ബന്ധത്തിൽ കുട്ടികൾ ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇത് കണ്ടു വളരുന്ന കുട്ടികൾ ഏത് രീതിയിലായിരിക്കും വളരുക? എന്തായാലും ഈ രീതിയിൽ ദാമ്പത്യ ബന്ധത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ പറഞ്ഞതില് ക്ലാരിറ്റി കുറവുണ്ടോ? എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ? എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് വരും? ക്ലിയർ ആണ് സാർ, കുഴപ്പമില്ല. ക്ലിയർ ആണല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോ ഞാൻ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സർക്കുലർ ഡാൻസ് ആണ്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഡാൻസുകളുമാണ് ദാമ്പത്യ ജീവിതം. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാതെ ഇതിനൊരു മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ദാമ്പത്യ ജീവിതം കൂടുതൽ ഇന്റിമസിയിലേക്കും കൂടുതൽ നന്മയിലേക്കും നീങ്ങുന്നത്. അടുപ്പത്തിന്റെ ശൈലികൾ, അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ്, അത് പാറ്റേൺ ആയിട്ട് മാറുകയാണ്. അതാണ് ദാമ്പത്യ ബന്ധത്തിൽ സംഭവിക്കുന്നത്. അതിന്റെ അപ്രോച്ച് അവോയ്ഡൻസ്, അത് വളരെ നന്നായിട്ട് സാബുസാർ ഇതിന്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ഈ അപ്രോച്ചും അവോയ്ഡൻസും, ഇത് രണ്ടുമാണ് ദാമ്പത്യ ബന്ധത്തിലുള്ളത്. ഇത് അളക്കാൻ വരെ കഴിയും എന്നാണ് സാബുസാർ തുടക്കത്തിലുള്ള ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. അത് ശരി തന്നെയാണ്. അപ്പൊ ഇത് സർക്കുലർ ആയിട്ടാണ് പോകുന്നത്, ചാക്രികമായിട്ട് തോന്നുന്ന. അപ്പൊ ഇതാണ് ഡെഫിനിഷൻ ദമ്പതി നൃത്തത്തിന്റെ. അടുപ്പ ശൈലികളുടെ പ്രകൃതത്തിൽ നിന്ന് തുടങ്ങി സമീപിക്കലിന്റെയും ഒഴിവാക്കലിന്റെയും പ്രകൃതത്തിൽ ചാക്രികമായി തുടരുന്ന നിവാസമാണ് ദമ്പതി നൃത്തം. എന്താണ് വേണ്ടത്? ഇത് മനസ്സിലാക്കണം. നമ്മുടെ ഓരോ ദാമ്പത്യ ബന്ധത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്.
ഒരു സർക്കുലർ ഡാൻസ് ആണ് നടക്കുന്നത്. ഇതിനെ മനസ്സിലാക്കിയെടുക്കണം, എന്നിട്ട് ഇതിനെ തകർത്തെറിയണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ഓതന്റിക് ആയിട്ടുള്ള പെരുമാറ്റമുണ്ട്. നമ്മൾ ഈ അഭിനയത്തെ അറിയാത്ത ഉള്ള ഈ അഭിനയ ജീവിതം നിർത്തിയിട്ട് നമ്മുടേതായുള്ള സ്വത്വം എന്താണോ നാം അത് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള ഒരു ജീവിതം, അങ്ങനെയുള്ള ഒരു ഇടപെടൽ ശൈലി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കറിയാം, ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് ഈ നേരത്തെ എൻറിച്ച്മെന്റ്, മെരിറ്റൽ എൻറിച്ച്മെന്റ് ക്ലാസ് കൈകാര്യം ചെയ്ത സമയത്ത് ഞാൻ പറയണ്ടായി. അതായത് ഇന്ററാക്ഷൻ, നമ്മുടെ ഇടപെടൽ ശൈലികളിൽ ഒരു പ്രകൃതമായിട്ട് ഒരു പാറ്റേൺ ആയിട്ട് മാറുകയാണ്. അത് ഉറക്കുകയാണ്. അത് ഉറക്കുന്നതിന് മുന്നേ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നു. പക്ഷെ ഇത് അറിയാതെ നടക്കുന്ന പ്രക്രിയയാണ്, അൺഅവെയർ ആയിട്ട് നടക്കുന്ന പ്രക്രിയയാണ്. പക്ഷെ അപ്പൊ നമ്മൾ അറിയുന്നില്ല. അതാണ് നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ സംഭവിക്കുന്നത്. അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. പക്ഷെ നമുക്ക് ഇതിലൊരു മാറ്റം, അല്ലെ, കുറച്ച് നല്ല ജീവിതം, ആരോഗ്യകരമായ ഒരു ദാമ്പത്യം, നല്ല മക്കള്, നല്ല സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരു ബന്ധം, അതിലുള്ള ആൾക്കാർക്ക് കൂടുതൽ മാനസികാരോഗ്യവും അതുപോലെ തന്നെ കൂടുതൽ ശ്രേയസ്സൊക്കെ ഉണ്ടാക്കുന്ന രീതി, ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ചാക്രിക നടനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ എന്താണ് അതിനാണ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കില്ല, വേറെ പലതരത്തിലുണ്ടാകാം. എന്തായാലും ഇതിന്റെ പൊതു സ്വഭാവം ഒന്ന് തന്നെയാണ്. ഇതൊരു സർക്കുലർ ഡാൻസ് ആണ്. ഇതില് നമ്മൾ മറ്റൊരാളെ മാറ്റാൻ വേണ്ടി, നേരത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു, മറ്റൊരാളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അസംഭാവ്യമാണ്. അതായത് ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന അണ്ണാറക്കണ്ണനെ പിന്നാലെ ഓടിയിട്ട് ചങ്ങാതിയാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ദാമ്പത്യ ബന്ധത്തില് ഒരു ഒരു പങ്കാളി മറ്റേ പങ്കാളിയെ മാറ്റാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ടുന്ന ദാമ്പത്യ ബന്ധത്തിൽ മുഴുവൻ കാണുന്നത് അതാണ്. ഭർത്താവിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാര്യ, ഭർത്താവ് ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചൊന്ന് മാറണം എന്ന് ശ്രമിക്കുന്ന ഭാര്യ. അതുപോലെ തന്നെ ഭാര്യ ഇങ്ങനെ ആയാൽ പറ്റില്ല, അത് മാറ്റാൻ കുറച്ചെങ്കിലും ഒന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഭർത്താവ്. ഇതിനോടൊപ്പം നിൽക്കുന്ന ഇൻലോകള്, ഇതൊക്കെയാണ് ദാമ്പത്യ ബന്ധത്തിന്റെ കാര്യങ്ങൾ. ഇപ്പൊ ഒരാള് മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കുന്നത് അസംഭാവ്യമാണ്. ഒരു ഇഞ്ച് പോലും മാറാൻ പറ്റില്ല, മാറ്റാൻ സാധിക്കുകയില്ല. പിന്നെ ഏതാണ് ഓപ്ഷൻ ഉള്ളത്? ഈ കളിക്കുന്ന നൃത്തത്തിലെ മറ്റൊരാളുടെ സ്റ്റെപ്പ് മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ സ്റ്റെപ്പ്, നാം ഒരു പുതിയ സ്റ്റെപ്പിലോട്ട് മുന്നോട്ട് പോകണം. എന്നാൽ ഇത് മാറ്റാൻ കഴിയും. അപ്പോ നമുക്ക് സംതൃപ്തി, നാം ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. അതായത് നമ്മുടെ സ്വത്വം. ഇപ്പോ പെർസ്യൂവർ ഡിസ്റ്റൻസർ എന്നാണ് പൊതുവായിട്ടുള്ള ദാമ്പത്യ ബന്ധങ്ങളിൽ ഉള്ളത്. പൊതുവായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതാണ്. നമ്മൾ മാക്സിമം 90% ദമ്പതികൾ അങ്ങനെ ആയിരിക്കും. എങ്കിലും ഇതില് ഭാര്യയുടെ സ്വത്വം ബലീകരിക്കപ്പെടുകയാണ്. ഡീസെൽഫിങ് എന്നാണ് ഈ സൈക്കോളജിസ്റ്റ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതായത് നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ സ്വത്വം എന്താണോ അല്ലെങ്കിൽ എന്താണോ നാം ആഗ്രഹിക്കുന്നത് അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു നേർനിലയ്ക്കാവില്ല. അത് ആരോഗ്യകരവുമല്ല. ഇപ്പോ വിവാഹ ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. പലരും
അല്ലെങ്കിൽ സമൂഹവും പറയാറുണ്ട്, വിവാഹത്തിന് ശേഷം ആള് മാറും, ആണായാലും പെണ്ണായാലും മാറ്റമുണ്ടാവും. അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കരുത്. ആ തനതായിട്ട് യുണീക്കായിട്ട് എന്താണോ അതേ രീതിയിൽ അംഗീകരിച്ചിട്ട് ഉള്ള ഒരു ബന്ധം, സ്വത്വത്തെ അംഗീകരിച്ചിട്ടുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിച്ചാൽ അതിനനുസരിച്ചുള്ള ഇന്ററാക്ഷൻസ്, ഇടപെടൽ ശൈലികൾ ഊട്ടിയുറപ്പിച്ചിട്ട് ഉള്ള ഒരു ബന്ധത്തിന് സാധ്യത ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും അധികം ആരോഗ്യകരമായിട്ടുള്ളത്. ഇപ്പൊ പെർസ്യൂവർ ഡിസ്റ്റൻസിന്റെ കാര്യം തന്നെ എടുക്കാം. അതില് സ്വത്വം നഷ്ടപ്പെടുന്നത്, ഡീസെൽഫിങ് എന്ന കാര്യം സംഭവിക്കുന്നത് ഭാര്യയ്ക്കാണ്. ഭാര്യയുടെ സ്വത്വം അവിടെ ഇല്ല ഭാര്യയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് ദാമ്പത്യ ആരോഗ്യകരമല്ല. അപ്പോ അവിടെ സ്റ്റെപ്പ് മാറി ഡാൻസ് കളിക്കേണ്ടത് ഭാര്യയാണ്. കുറച്ചൊക്കെ സ്വന്തം സ്വത്വത്തിന് അനുകൂലമായിട്ടും ഉള്ള പ്രവൃത്തി ഭാര്യ തുടങ്ങി വെക്കുകയാണെങ്കിൽ അപ്പോ ഈ ഡാൻസിന് മാറ്റം വരുത്താൻ കഴിയും. 8 മണിയായി. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് തുടങ്ങിയാലോ? നിർത്തിയാലോ? ഓക്കെ അടുത്ത സെഷൻ അല്ലേ? അടുത്ത സെഷനിലോട്ട് പോവാം. ഓക്കെ, ഷുവർ. ഓക്കെ, അപ്പം ഈ സ്ലൈഡുകളിൽ ഏതെങ്കിലും ഒന്നും കൂടി ചെയ്യാനുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് പറയൂ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ, എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ഈ കാണിച്ച സ്ലൈഡുകളിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും വിശദീകരണങ്ങളോ? ആ സ്ലൈഡ് ആദ്യം മുതൽ ഒന്ന് കാണിച്ച്, ആദ്യം മുതൽ ബാക്കിലേക്ക് ഓക്കെ. ഇതാണ് ഞാൻ ആദ്യം കാണിച്ച സ്ലൈഡ്. പിന്നീട് ഇത് ഈ 2 പുസ്തകത്തിന്റെ റെഫറൻസ് ആണ്. ഇത് റെഫറൻസ് ബുക്കാണ് ഈ സൈക്കോളജിസ്റ്റുകളുടെ. ഇതിപ്പോ പഠിക്കുന്ന ആൾക്കാരുടെ റെഫറൻസ് ബുക്ക് തന്നെയാണ്. സ്ത്രീപക്ഷത്തുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇവര്. ഇതിലെ ഇത് ഇന്റർപ്രറ്റ് ചെയ്യാനേ, പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഇതുവഴി ഓവർകം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് കപ്പിൾ ഡാൻസ് എന്ന് പറയുമ്പം അതിനെ ഒരു സിംബോളിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ഇവിടെ അധികവും നെഗറ്റീവിന് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഈ ഡാൻസ് കളിക്കുമ്പോൾ പരസ്പരം ചേരാതെ വരുന്നത് എന്നുള്ളതിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നുവെച്ചാൽ അവിടെ ഒരു പരസ്പരം ഒരു എന്താ പറയുക, ഒരു കൊഹിഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി ഇല്ലെങ്കിൽ പലപ്പോഴും രണ്ടുപേര് തമ്മിൽ ഡാൻസ് കളിക്കുമ്പോൾ എപ്പോഴും ആ പ്രോബ്ലം ഉണ്ടാകും. അത് ലൈഫിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാക്കി കൊടുക്കാൻ സിംബോളിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ടെക്നിക്കാണിത്. ആദ്യം എന്താണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതെന്നൊക്കെ ചിന്തിക്കും, പക്ഷേ സത്യത്തിൽ ഇങ്ങനെ ഒരു ഡാൻസാണ് എപ്പോഴും സംഭവിക്കുന്നത്. അതിനകത്ത് നെഗറ്റിവിറ്റി കൂടുതലുണ്ട്. അതിൻ്റെ കുറേ കാരണങ്ങളാണ് സാറ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് എപ്പോഴും ഒരു വിഷ്യസ് സൈക്കിൾ എപ്പോഴും ഇതുണ്ടാകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും, അത് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാനുള്ള ഏറ്റവും മനോഹരമായ ഒരു ടെക്നിക്കായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. കപ്പിൾ തെറാപ്പി എന്നൊക്കെ പറയുന്ന പോലെ കപ്പിൾ ഡാൻസ് ഈ ഡിസിമിലാരിറ്റീസിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആവശ്യത്തിനുള്ള കൊഹിഷൻ അപ്ലൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മനോഹരമായ ടൂൾ. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയും, കുഴപ്പമില്ല സാർ, ക്ലോസ് ചെയ്തോ. അത് ഈ ബ്ലെയിമിങ് ഗെയിമിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ ഓവർ ഇൻവോൾവ് മദറും അണ്ടർ ഇൻവോൾവ് ഫാദറും, അതായത് ഒരു ബന്ധത്തിൽ ഒരാൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നു, മറ്റാൾ കുറച്ച് ഇൻവോൾവ് ചെയ്യുന്നു പറഞ്ഞു. പിന്നീട് അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു, കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ഈ പ്രോകാസ്റ്റിനേറ്റ് ആൻഡ് ഓർ പുഷ് എന്നുള്ള സർക്കുലർ ഡാൻസിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് ഉണ്ടായിരുന്നത്. ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോട്ടെ? സ്റ്റോപ്പ് ചെയ്തു. ജയറാം സാറെ, നല്ലൊരു യാത്രയായിരുന്നു.
വാസ്തവത്തില് ഈ കുടുംബസ്ഥരായ ആളുകൾ ഇത് റിവൈൻഡ് ചെയ്യുമ്പം ഞാൻ വളരെ മുമ്പ് തന്നെ മാറേണ്ടിയിരുന്നു എന്ന് ഒരു തോന്നലുണ്ടാക്കാൻ സഹായിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് മുമ്പ് മാറിയില്ലെങ്കിലും ഇന്നൊന്ന് മാറാൻ ശ്രമിച്ചു നോക്ക്. അവിടെ എൻ്റെ മനസ്സിലുണ്ടായ ഒരു വികാരം ഇത് മാത്രമാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഞാൻ മാറാൻ തീരുമാനിക്കുകയാണ്. അപ്പുറത്തൊരു മാറ്റം വന്നില്ലെങ്കിൽ എൻ്റെ മാറ്റത്തിന് എന്ത് വിലയാണ് ഉണ്ടാവുക? ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ, ആ കുടുംബം ഉദ്ദേശിച്ച കാര്യം നടക്കുമോ? സർ, ജയരാം സാറേ, രണ്ടുപേരുടെയും മാറ്റം ഉണ്ടായാലല്ലേ കാര്യം മുന്നോട്ട് പോവുകയുള്ളൂ. സർക്കുലർ ഡാൻസ് ആണ് സാർ. ഇപ്പോ ഞാൻ പറയട്ടെ, ഡാൻസിനെ കുറിച്ച് ഇപ്പൊ ഈ സൈക്കോളജിസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോ സാർ സങ്കല്പിക്കും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഡാൻസ് ആണ്. ഇതിൽ ഒരു സ്റ്റെപ്പ് ഭാര്യ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്റ്റെപ്പ് ഭർത്താവ് എടുത്തു കഴിഞ്ഞപ്പോൾ ഡാൻസ് ആവുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ സ്റ്റെപ്പ് മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ കളിക്കേണ്ടി വരുമല്ലോ ഭർത്താവിന്. ഒരാൾ സ്റ്റെപ്പ് മാറ്റിക്കഴിഞ്ഞാൽ ഡാൻസ് കറക്റ്റ് ആവുമെന്നാണ് പറയുന്നത്. അത് ശരിയാണ് സാറേ, ശരി തന്നെയാണ്. ഈ അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസ്, ഈ കൺസെപ്റ്റ് ഈ മെരിറ്റൽ തെറാപ്പിയില് എല്ലാത്തിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവോയ്ഡൻസ്, അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസ്, ഇതാണ് സംഭവിക്കുന്നത്. ഈ അതങ്ങനെയാണ് ഡാൻസ്. പിന്നെ സർക്കുലാരിറ്റി ഇതിനുണ്ട്. ചക്രികമായിട്ട് ഒരു പെരുമാറ്റം, ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രകോപനമായിട്ട് മറ്റൊരാളുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചക്രീയമായിട്ടാണ് ഈ ജീവിതങ്ങൾ വരുന്നത്. അൺഅവെയറായിട്ട് ഒരു സർക്കുലാരിറ്റി ഇതിനുണ്ട്. അപ്പൊ ഒരാൾ മാറിക്കഴിഞ്ഞാൽ മറ്റാളും മാറും, അല്ലെങ്കിൽ ബന്ധത്തിന് പ്രശ്നമാവുമല്ലോ. ഞാന് ഒന്നുകൂടെ ചോദിക്കാനുള്ളത്, ഈ ജീവിത ഡാൻസിന്റെ പുറകില് പിന്നണിക്കാരുണ്ട്. ആ പിന്നണി ഇല്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഈ പിന്നണിക്കാരുടെ അവതാളങ്ങൾ പോലും ഇവരുടെ ഡാൻസിനെ തകർത്ത് കളയും. ശരിയാണോ സർ? അതല്ലേ ജെൻഡർ മാനേജ്മെന്റ് ആണ്. പറയുന്നതായിരിക്കും ജെൻഡർ. ഇല്ല, എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയല്ലേ? ഇതാ ചോദ്യം ഉണ്ടാവുക, സാധാരണ ചോദ്യം. എല്ലാ ഭാര്യമാരും ഇങ്ങനെയല്ലേ? നിനക്ക് മാത്രം എന്താ പ്രശ്നം? അല്ലെ, നിങ്ങൾക്ക് മാത്രം എന്താ, ഞാൻ മാത്രം മാറണം എന്ന് പറയുന്നത്? പരസ്പരം മാറണം എന്നാണ് ചോദ്യങ്ങളും സംസാരങ്ങളൊക്കെ വരിക. അങ്ങനെയാണ് വഴക്കുകളൊക്കെ വരിക. അപ്പോ ഇൻലോകൾ ഉണ്ടാവും, ഇൻലോകള് രംഗത്ത് വരും, ഇല്ലേ? ഭർത്താവിനും ആൾക്കാരുണ്ടായിരിക്കും അവിടെ, ഭാര്യക്ക് അവിടെ പവർ സ്ട്രഗിൾ ആയിരിക്കും. കേൾക്കുന്നില്ല. സാർ പറയൂ. സാറ് ചോദിച്ചത് രണ്ട് ഭാഗത്തും ഒരേപോലെ ചേഞ്ച് വന്നില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ പ്രോസസ് സക്സസ് ആവുമോ എന്നാണ് ചോദിച്ചത്. എൻ്റെ ഒരു അഭിപ്രായം, ഒരു സൈഡിലെങ്കിലും സക്സസ് ആയാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് എൻ്റെ. അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ ദാമ്പത്യ ബന്ധം എന്ന് പറയും സാർ, ഞാനിത് സാറിന് തന്നെ പറയട്ടെ, സാറിനോട് തന്നെ പറയട്ടെ. ഈ ഞാൻ ആദ്യത്തെ രണ്ട് കളികൾ പറഞ്ഞു. അതിൽ രണ്ടിലും വൈകാരികത നല്ല ഉണ്ട്. നല്ല അടുപ്പമുള്ളവരാണ് ഭാര്യയും ഭർത്താവും ആ രണ്ട് കളികളിലും, രണ്ട് നൃത്തങ്ങളിലും. ഈ അടുപ്പമുണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവിതം അങ്ങനെ സംഭവിച്ചു പോവുകയാണ്. അതില് ഏതെങ്കിലും ഒരാള് അവെയറായിട്ട് ശരിയായ രീതിയിലുള്ള മാറ്റം സ്റ്റെപ്പ് ഡാൻസിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡാൻസ് നന്നാവും, അവരുടെ ദാമ്പത്യ നൃത്തം നന്നാവും, അവരുടെ ദാമ്പത്യ ജീവിതം നന്നാവും. അതായത് ആരെങ്കിലും ഒരാള് തെറാപ്പി വേണ്ടി വരുമല്ലോ, എന്നാലേ അവയർനെസ് കിട്ടുള്ളൂ. ഈ തെറാപ്പിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരാള് മാറ്റം വരുത്തുകയാണെങ്കിൽ പിന്നെ ആ ദാമ്പത്യ ബന്ധം നന്നാവും. കാരണം വേർപിരിയണം എന്ന് ആഗ്രഹിക്കുന്നില്ല, അവര് തുടരണം ദാമ്പത്യം. അവർക്ക് തമ്മിൽ നല്ല അടുപ്പമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതില് അവര് നിസ്സഹായരാവണം, അവര് അൺഅവെയറാവണം. അപ്പൊ ഒരു ഭാഗത്തുനിന്നുള്ള മാറ്റം തന്നെ മാറ്റത്തിലേക്ക് മറ്റാൾ മാറിയേ തീരൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിനെ കുറച്ചുകൂടി വിശദീകരിക്കാം. അതായത് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം,
ചെറിയൊരു തെറാപ്പിക്ക് പോയിട്ട് രണ്ടുപേരും തെറാപ്പിക്ക് പോയിട്ട് മാറ്റം നിർദ്ദേശിച്ചിട്ട് ഒരാള് മാറുമ്പോൾ മറ്റാൾ എങ്ങനെ മാറുന്നു എന്നുള്ളത് ഒരു ഉദാഹരണ സഹിതം ഞാൻ അടുത്തതാണ് വിശദീകരിക്കാം. മാറേണ്ടി വരും. ഭാര്യ ഈ രീതിയിൽ മാറ്റം ആയിട്ട് മുന്നോട്ട് പോയാൽ പെർസ്യൂവർ ഡിസ്റ്റൻസറിൽ ഭാര്യയാണ് മാറേണ്ടി വരിക. ആദ്യം ഭാര്യയാണ് മാറേണ്ടത്. കാരണം ഡീസെൽഫിങ് നടക്കുന്നത് ഭാര്യയുടെ ഭാഗത്താണ്. അപ്പൊ ഭാര്യ പിന്തുടരുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയുടെ പെർസ്യൂവിലേക്ക് വരേണ്ടി വരും, പിന്തുടരലിലേക്ക് വരേണ്ടി വരും വൈകാരികമായിട്ട്. അങ്ങനെ ഭർത്താവ് ഓൾട്ടർനേറ്റീവ് ഇല്ലാതെ അവർ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം അവര് തമ്മിൽ അടുപ്പുണ്ട്. അവര് തമ്മിൽ ഒരിക്കലും തിരിയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവരുടെ ജീവിതം നന്നാവും. ഇത് ഭാര്യ എത്രത്തോളം പിന്തുടരുന്നു, അതുകൊണ്ടാണ് ഭർത്താവ് ഭാര്യനെ അകറ്റുന്നത്. അതാണ് പ്രകോപനം. അവിടെ ഒരു പ്രകോപനത്തിൽ നിന്നാണ് ഒരു ആക്ടിവിറ്റി വരുന്നത്. പ്രൊവോക്കിംഗ് നിന്നാണ് ഒരു റിയാക്ഷൻ വരുന്നത്. അപ്പൊ ഭാര്യ പെർസ്യൂയിങ് നിർത്തി കഴിഞ്ഞാൽ ഭർത്താവ് അകറ്റലും നിർത്തും. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഫലിക്കില്ല. അത് ചെയ്യാന്നുള്ള അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഉദാഹരണ സഹിതം പുസ്തകത്തിൽ തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്താലാണ് ഇത് ഫലിക്കുക. ഏതെങ്കിലും ഒരു വ്യക്തി മാറിയാൽ മതി. ഓക്കെ, വേറെ ഇനി ആർക്കെങ്കിലും? ആണ് പറഞ്ഞ കാര്യത്തിൽ ഞാനൊന്ന് ഒരാൾ മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കരുത് എന്ന് സാർ പറഞ്ഞു എനിക്ക് തോന്നുന്നു. പക്ഷേ മാറ്റാൻ ശ്രമിച്ചോണ്ട് കുഴപ്പമില്ല. മാറ്റം വരുന്നില്ല എങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് ഒന്ന് മാറ്റി ചവിട്ടുക. ഇത് പ്രായോഗികമായി വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വെറും നിസ്സാര കാര്യം, ഭക്ഷണം വിളമ്പി വെക്കുന്ന സമയത്ത് കുടിക്കാൻ വെള്ളം വെക്കത്തില്ല. ഉടനെ വന്നിരുന്ന് ദേഷ്യം വന്നു. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെള്ളം വെക്കരുത്, വെക്കണം. നീ അത് ചെയ്യില്ല. ദേഷ്യം വന്നു, വാക്കുകൾ പറഞ്ഞു പോവാം. അപ്പൊ ഏതായാലും ഭാര്യ ഇങ്ങനെ വെള്ളം വെക്കാന കാര്യങ്ങൾ മറന്നുപോകും. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം, ഈ കുടിക്കാനുള്ള വെള്ളം കൂട്ടി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങ് വെക്കാം എന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്നാണ് സാർ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഏതായാലും സാറിൻ്റെ ഈ പ്രസന്റേഷനിൽ ഈ സാർ പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഈ സ്ലൈഡ് മലയാളത്തിൽ കാണിക്കുമ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം അതും ശ്രദ്ധിക്കുന്നില്ല, ഇതും ഇങ്ങനെ. അപ്പൊ ഇത് സാറ് പറയുന്ന മലയാളത്തിൽ തന്നെയാണ് സ്ലൈഡ് കിടക്കുന്നത്. അപ്പൊ ഞാനിത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് സാറ് പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. സാറ് പിടികിട്ടുന്നോ? ഞാൻ എൻ്റെ ഇത് പറഞ്ഞതാണ്. അപ്പൊ ആ മലയാളത്തിൽ ഇട്ടേക്കുന്ന സ്ലൈഡ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സിസ്റ്റം സാറിൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നുണ്ട്. അത് എനിക്ക് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സാറ് പറയുന്ന ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ആ 3 വിധത്തിലുള്ളതായ ആ സ്റ്റെപ്പുകൾ ഒക്കെ കറക്റ്റാണത്. അത് ഞാനത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പലയിടത്തും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് പരിഹാരമാർഗം എന്ന രീതിയിലാണ് സാർ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അല്ലേ സാർ ഈ പറയാൻ പോകുന്നത് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും കൂടെ ഉൾപ്പെട്ടുകൊണ്ടല്ലേ ഇനിയുള്ള ക്ലാസ്സുകൾ പോകുന്നത്? അതെ, അതെങ്ങനെ അതിന്റെ ഉദാഹരണ സഹിതം എങ്ങനെ ഇത് മാറ്റാം. അതെ, അപ്പൊ ഇന്ന് സാർ തുടങ്ങി വെച്ച ഒരു കാര്യം, ഒരാളെ മാറ്റാൻ മറ്റൊരാൾ ശ്രമിക്കുന്നു, നടക്കുന്നില്ല എങ്കിൽ തന്നെത്താൻ സ്റ്റെപ്പ് മാറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗം ഒരു പരിഹാര മാർഗമാണ് അല്ലേ സർ? അതെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഇത് ചാക്രി സർക്കുലർ ഡാൻസ് ആവുമ്പോ ഒരാൾ മാറിക്കഴിഞ്ഞാൽ മറ്റാൾക്ക് മാറേണ്ടി വരും. ഓക്കെ, ആണ് അത്. പക്ഷെ മാറുന്ന രീതി കറക്റ്റ് ആണ്. അതായത് ഡാൻസ് ആണല്ലോ അത്. ആ ഡാൻസിൽ സ്റ്റെപ്പ് ശരിയായുള്ള സ്റ്റെപ്പ് അറിഞ്ഞ് ഡാൻസ് ചെയ്യണം. മാറ്റം ആ സ്റ്റെപ്പ് നന്നായി അറിഞ്ഞുകൊണ്ടുള്ള സ്റ്റെപ്പിലേക്ക് ഏതെങ്കിലും ഒരാൾ മാറിക്കഴിഞ്ഞാൽ മറ്റാൾക്ക് അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. അങ്ങനെ നല്ല ദാമ്പത്യ ബന്ധത്തിൽ, ആരോഗ്യകരമായ ദാമ്പത്യത്തിലേക്ക് പോകും. ഈ ചില സമയങ്ങളിൽ നാടകം അല്ലെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് സ്റ്റെപ്പ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി ആ പ്രോസസ്സിനെ സക്സസ് ആക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു രീതി ഉണ്ടല്ലോ, അത് തന്നെയാണ്. അമർജ്യോതി മാം പറയും.
ഹായ് സാർ, സാറിന്റെ ക്ലാസ് ഇങ്ങനെ കേൾക്കായിരുന്നു. അപ്പൊ എനിക്ക് എനിയഗ്രാമ ഓർമ്മ വരുന്നത്. അതായത് ചിലര് ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ചിലര് ശിരസ്സുകൊണ്ട്, ചിലര് ബോഡിയുണ്ട്. അപ്പൊ ഈ വ്യത്യാസമാണ് മനുഷ്യനുള്ള പ്രധാന വ്യത്യാസം. ഭർത്താവായാലും ഭാര്യ ആയാലും ഈ ഇത് ഭയങ്കര ഓപ്പോസിറ്റ് ആവുന്നവരെ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരെ എന്ത് പേഴ്സണാലിറ്റിയാണ്, അവരെന്താ കുഴപ്പമെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ ഡാൻസിലെ ഇത് സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. അതായത് എന്തായാലും സ്വയം മാറാനേ പറ്റും, വേറൊരാളെ മാറ്റാൻ നമുക്ക് പറ്റൂല. വേറൊരാളെ മാറ്റാൻ ശ്രമിച്ചാല് അവരെ ക്രിട്ടിസൈസ്, അവരെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതിനേക്കാൾ നല്ലത് സാറ് പറഞ്ഞത് സ്വയം മാറ്റിച്ചവിട്ടുക, എന്നാലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു സാർ. അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, ജോർജ് സാർ. സ്നേഹൃത മാം, സരസ്വതി മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? ജോർജ് സാർ കേൾക്കാമോ? ഓക്കെ, അപ്പോൾ താങ്ക് യു. തീർച്ചയായിട്ടും രണ്ടാമത്തെ സെഷൻ കൂടുതൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ പുതിയ സ്റ്റെപ്പുകൾ മനസ്സിലാകുന്നുണ്ട് അല്ലേ? പുതിയ സ്റ്റെപ്പുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ അകത്ത് എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ട്, ഇതുവരെ ചവിട്ടിക്കൊണ്ടിരുന്ന സ്റ്റെപ്പുകൾക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, ഓരോ സ്റ്റെപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൂരകമായിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ തിരിച്ചറിയാൻ വളരെയധികം പ്രയോജനകരമാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. See you and good night. Okay. Good night.